ഇങ്ങനെ നല്ലപോലെ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരുന്ന ഭർത്താവിന്റെ ശബ്ദം കുറച്ച് കഴിഞ്ഞപ്പോൾ കേൾക്കുന്നില്ല. ഭാര്യ കണ്ണൂർ നോക്കുമ്പോൾ ഇയാൾ ആ കട്ടിലേൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക. നിങ്ങൾക്ക് എന്ത് പറ്റി, എന്തിനാ ഇപ്പോഴേ എഴുന്നേറ്റ്? അതിന് അവൻ തിരിച്ചു പറയുന്നത് ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അതും പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ അവൻ കിടന്നുറങ്ങി. ഉറക്കത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുവാന്നോർത്ത് ഇവളിരിക്കുമ്പോൾ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. പേടിച്ചു പോകുന്ന നായിക ഇവനെ വിളിക്കാൻ നോക്കുമ്പോൾ ഇവൻ ഭയങ്കര ഉറക്കം. ഇവൾക്ക് ഭയങ്കര പേടിയാവുക. കയ്യിലാകെ കിട്ടിയതൊരു ഡ്രില്ലിംഗ് കണ്ണ. അപ്പൊ അതും പിടിച്ചിട്ട് ആരാന്നറിയാൻ വേണ്ടി ഇവള് പുറത്തോട്ട് ഒന്ന് നോക്കുക. അങ്ങനെ ഇവളും റൂം വിട്ട് മെല്ലെ പതിയെ വെളിയിലോട്ട് വന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ ഡോർ ഇങ്ങനെ കാറ്റ് താടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടോണ്ടിരുന്നത്. ഇതാരോ തുറന്ന് അടച്ചിട്ടാണല്ലോ കിടന്നേ എന്ന് പറഞ്ഞ് ഇവൾ അടുത്ത് നോക്കുമ്പോഴാണ് അത് അടയാതെ വിടുന്നത് അവിടെ തന്നെ കിടക്കുന്ന ഒരു ചെരുപ്പായിരുന്നു. പക്ഷെ അവിടെ ആകെ ഒരു ചെരുപ്പേ കാണാനുള്ളൂ. ഇങ്ങനെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന റാക്കിൽ നിന്ന് തന്നെ ഒരു സാധനം താഴോട്ടും വീണു. ഇവളും എല്ലാം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവർ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയായിരുന്നത്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് ഇവള് തിരിച്ച് റൂമിലോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് കട്ടിലേൽ ഭയങ്കര ലാവിഷായിട്ട് കിടന്നുറങ്ങുന്ന നമ്മുടെ നായകന്റെ കാലയിൽ മറ്റേ ഒരു ചെരുപ്പും കിടക്കുന്നുണ്ട്. ഇവിടെയാണ് സ്ലീപ്പ് എന്ന പടത്തിന്റെ ടൈറ്റിലിട്ട് ഈ പടം തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെ IFFKയിൽ ഈ ഒരു പടത്തിന് കയറുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ടു ബി ഓണസ്റ്റ് എനിക്ക് ഈ പടത്തിനെ പറ്റി ഒന്നും അറിയത്തുമില്ലായിരുന്നു, നോക്കാനും നിന്നില്ല. പടം കണ്ടു കഴിഞ്ഞിട്ട് ആരാ എന്താന്നൊക്കെ നോക്കി. ഡയറക്ടർ ബോങ് ജൂൻ ഹോ കേട്ടിട്ടുണ്ടാവും. പാരസൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ സ്നോപിയേഴ്സ്, റോക്ച, മെമ്മറീസ് ഓഫ് മർഡർ, ഇതെല്ലാം നമ്മുടെ ആശാന്റെ പടങ്ങളാണ്. ഇങ്ങനെയുള്ള പുള്ളി ഈ ഒരു പടം കണ്ടിട്ട്, സ്ലീപ്പ് എന്ന് പറയുന്ന ഈ ഒരു പടം കണ്ട ശേഷം കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി യുണീക്ക് ഹൊറർ പടങ്ങളിൽ ഒന്ന് ഇതാണ് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ആ യുണീക്ക് എന്ന ടേമിന് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഐ മീൻ ഏത് പൊട്ടനും പറ്റും കുറെ ജംസ്കെയർ വെച്ച് ആൾക്കാരെ പേടിപ്പിക്കാനും വികൃതമായ രൂപവും രക്തവും സ്ലാഷിങ്ങും അതൊക്കെ വെച്ച് പേടിപ്പിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഇല്ലാതെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രം പോരാ, അത് എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണം. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന പടം ഒരു ഹൊറർ സിനിമ മാത്രമല്ല, ഇതിന്റെ ജോണർ തന്നെ ഭയങ്കര രസമാണ്. അതായത് ഇതിനകത്ത് ബ്ലാക്ക് കോമഡി ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, ത്രില്ലർ എലമെന്റ്സ് ഉണ്ട്, എല്ലാം അതിന്റെ അളവിൽ കേട്ടോ. ഒന്നും കൂടിയും കുറഞ്ഞൊന്നും നിൽക്കുന്നില്ല. ഇനിയും അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ദിസ് ഇസ് സിനിമ സ്റ്റെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് സ്ലീപ്പ്. ഇതാണ് നമ്മുടെ പടത്തിന്റെ നായകൻ. ഇദ്ദേഹത്തിന്റെ പേര് ഹിയോൺ സു. ആള് ബേസിക്കലി ഒരു ആക്ടറാണ്. ഇദ്ദേഹം കുറെ സ്റ്റേജ് ഷോ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു K-ഡ്രാമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ച് ഭാര്യയെ പേടിപ്പിച്ചിട്ട് കിടന്ന് ഉറങ്ങിയ ശേഷം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോവുക വർക്കിന്. ഭാര്യയുടെ പേര് സൂജിൻ. ഇവരുടെ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇവള് പ്രഗ്നന്റ് ആണ്. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്നറിയോ? നമ്മുടെ നായകന് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കുറച്ചായിട്ട് ഈ പരിപാടി തുടങ്ങിയേക്കുന്നത്. ഇവളും മെല്ലെ എഴുന്നേറ്റിട്ട് ഇവളുടെ ജോലിക്ക് പോകുന്നു. ഇവളും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു IT ഫേമിലാണ്. എന്നിട്ട് ഇവർ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട്, പെപ്പറെ വീടൊക്കെ നല്ലപോലെ നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞ് ഇവൾ ആ ഡോറങ്ങ് തുറന്നതും ആരാ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ പുതുതായിട്ട് താമസം വന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ മൂക്കൊക്കെ പൊട്ടി ചോര വരാൻ തുടങ്ങി. ഞാൻ താഴത്തെ വീട്ടിൽ പുതുതായിട്ട് താമസം വന്നതാണ്, അപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലോട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ നീട്ടുന്നു. എന്നിട്ട് പുള്ളിക്കാരത്തി, ഞാൻ പറയുന്നതോടൊന്നും നിങ്ങൾക്ക് തോന്നരുത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് താഴെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം രാത്രി മൊത്തം നിങ്ങളുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടോണ്ടിരിക്കുക. ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി അവിടെ നിന്ന് പോവുക. അതിന് രാത്രി ഒന്നും അധികം ശബ്ദമൊന്നും നമ്മുടെ മുറിയിൽ നിന്ന് വരുന്നില്ലല്ലോ എന്നാണ് ഇവൾ ആലോചിക്കുന്നത്. ഇന്നലെ മാത്രമായിരിക്കണം എന്തെങ്കിലും ശബ്ദം ഉണ്ടായിട്ടുണ്ടാവുക. അല്ലാതെ ഇവർ പറയുന്ന പോലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശബ്ദം ഉണ്ടാകുന്നൊന്നും വിശ്വസിക്കാൻ ഇവൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെ ആ ഒരു പുള്ളിക്കാരത്തി ഇവിടെ വന്ന് പറഞ്ഞ് ഇവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വേറൊരു കാര്യം. അങ്ങനെ ഇവിടെ ജോലിക്ക് പോകുന്നു. ജോലി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ കാറിൽ സംസാരിച്ച് പോകുമ്പോഴാണ് സൂചന ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇന്നലെ രാത്രി എന്താ പറ്റിയത്? രാത്രി ഉറങ്ങാൻ നിങ്ങളിങ്ങനെ പിച്ചും പേയൊക്കെ പറഞ്ഞാലോ? എടി നിനക്ക് അറിയാലോ, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ശവമാണ്, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഉറക്കത്തിൽ എന്തോ പിച്ചും പേയും കാണും പറഞ്ഞായിരിക്കും, നീ വിട്ടേക്ക്. അതല്ലെന്നേ, താഴത്തെ മുറിയിൽ പുതുതായിട്ട് താമസം വന്ന ചേച്ചി ഇന്ന് രാവിലെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി മുതൽ നമ്മുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ ശബ്ദം കേൾക്കുമായിരുന്നു. അതിന് താഴത്തെ വീട്ടിൽ താമസം മാറിയോ? നമ്മുടെ മറ്റേ കിളവനായിരുന്നല്ലോ ഇത്രയും നാളോ, അങ്ങനെ അവിടെ പോയി? എനിക്കൊന്നും അറിയാൻ പാടില്ലാന്ന് സൂചിൻ. അയാൾക്ക് നമ്മുടെ പെപ്പറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നും ഓരോ കംപ്ലൈന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലേ, ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നു, നിങ്ങൾക്ക് മെല്ലെ ചെയ്യാൻ അറിയില്ലേ, എന്നിങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ട് ഫണ്ണായിട്ട് സംസാരിച്ചിട്ട് ഇവർ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുക. ദെൻ നൈറ്റ് ഡിന്നർ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് TV എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ നായകൻ അഭിനയിച്ച ആ ഒരു K-ഡ്രാമയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇവന്റെ സീന് വന്നപ്പോൾ നായികയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. അതേസമയം നായകനാണെങ്കിലും അവനെ അഭിനയം കണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ത് മൊണ്ണയായിട്ട് ഞാൻ നിൽക്കുന്നത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അഭിനയത്തിന് അതിന് കുറ്റം പറയുന്നു. നിങ്ങൾ വലിയ മോശമൊന്നുമില്ല, ഇന്നലെ രാത്രി ഞാൻ പേടിച്ചു പോയതിന് ഒരു കൈയും കണക്കുമില്ല, ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് പതിഞ്ഞ താളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും പേടിച്ചു പോയല്ലേ? നീ ഇപ്പൊ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്, എടി ഇതിന്റെ പുതിയ സീരീസിലെ ഡയലോഗാ. രാത്രി അത് വായിച്ച് കിടന്നുകൊണ്ടായിരിക്കും ഞാൻ ചുമ്മാ ഉറക്കത്തിൽ അങ്ങനെ പറഞ്ഞു. അല്ല നീ ഇങ്ങനെ ചുമ്മാ പേടിക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ ശരിയാ, സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഇത് ഓർത്തിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യത്തിൽ ഇവള് കുറച്ച് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ ഇവളുടെ ഒരു വർക്കെല്ലാം തീർത്തിട്ട് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവൻ ഉറക്കത്തിൽ തന്നെ അവന്റെ മുഖം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. അത് ചുമ്മാ സാധാരണയായിട്ട് മാന്തുമല്ല, അത് ഒരുമാതിരി മറ്റേ മാന്തി പൊളിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ മാന്തുന്നവൻ. ഇത് കാണുന്ന സൂചിനാണ് ആ ഒരു കൈ പിടിച്ച് മാറ്റുന്നത്. എന്നിട്ട് ഇവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കട്ടിൽ മൊത്തം ചോര, ബെഡ്ഷീറ്റിലും ബെഡിലൊക്കെ. ഇവനെ വിളിക്കാന്ന് പറഞ്ഞ് തിരിയുമ്പോൾ അവന്റെ മുഖത്താണ് ഈ കവളൊക്കെ ഉണ്ടല്ലോ മാന്തി പറിച്ച് ചോര വെളിയിലോട്ട് വന്നേക്കുന്നു. ഇവൻ രാത്രി മൊത്തം മാന്തി ചോര വരുന്ന വിധം മാന്തി എടുത്തേക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും എന്താ പറ്റിയ മനുഷ്യന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് മരുന്നൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എടി എനിക്ക് അറിയത്തില്ല, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ എന്ത് പറയാനാ. ശരി, ഇന്ന് നിങ്ങൾ പോകണ്ടേ, ഇന്ന് ഓഫ് എടുക്കാം, നമുക്ക് ഡോക്ടറെ പോയി കാണാം. ഇതിന് വല്ല ഇൻഫെക്ഷൻ ആവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഈ പറ്റില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു, ഇന്ന് എന്റെ പുതിയ ഡ്രാമ ഉറങ്ങുകയാണ്, അതിലാണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ്
ആയ റോളാണ്, ഫുൾ ലെങ്ത് വരുന്നുണ്ട്. ആ ക്യാരക്ടർ ഒരിക്കലും മിസ്സാക്കാൻ പറ്റത്തില്ല. നീ പേടിക്കണം, ഞാൻ എന്തായാലും പോകുമ്പോഴോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഡോക്ടറെ കയറി കണ്ടിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ എന്നും പറഞ്ഞ് ഇവൾക്ക് ടാറ്റ കൊടുത്തിട്ട് ഇവൻ ഇറങ്ങിപ്പോവാ. അങ്ങനെ അവൻ പോയ ശേഷം ഇവളിങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് അവരുടെ മുറിയിൽ മാത്രമല്ല ഇപ്പോൾ ഹാളുടെ ഭാഗത്തും ചോരത്തുള്ളികൾ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട്. ആ ബ്ലഡ് ഫോളോ ചെയ്ത് ഇവളും ചെന്ന് നോക്കുകയാണ്. അതൊരു കട്ടിലെടുക്ക് നിൽക്കുക. പേടിച്ചിട്ട് സൂചന ആ ഒരു കട്ടിലിന്റെ അടിയിലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഇവള് വളർത്തുന്ന ഒരു പെപ്പർ ഉണ്ടല്ലോ, ആ ഒരു പട്ടിക്കുട്ടി, അതാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ മൂലക്കിരിക്കുക. എന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നതെന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ടെൻഷനെല്ലാം വെച്ചിട്ടാണ് ഇവൾ ഓഫീസിലോട്ട് ചെല്ലുന്നത്. അവിടെ അവൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, എന്താ കാരണം എന്നൊക്കെ പറഞ്ഞ്. ഉറക്കത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു, മാതുന്നതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണെന്നൊക്കെ നോക്കുന്ന സമയത്താണ് ഇതൊരു കൈൻഡ് ഓഫ് സ്ലീപ്പ് ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഡോക്ടറെയോ ഹോസ്പിറ്റലിലോ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. അവിടെ കിട്ടിയതിൽ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവൾ തിരിച്ച് വീട്ടിലോട്ട് വരും. വീട്ടിൽ ആൾറെഡി നമ്മുടെ നായക എന്തോ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. എന്ത് പറ്റി എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് എന്റെ ഈ മുഖത്തെ പാടുണ്ടല്ലോ, ഇത് മേക്കപ്പ് കൊണ്ടൊന്നും മറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതും വെച്ച് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല. അവർ വേറൊരാൾക്ക് ആ ഒരു ക്യാരക്ടർ അങ്ങ് കൊടുത്തു. ഇതിനാണ് അത്ര ഡെസ്പായിരിക്കുന്നത്, ഇതിനേക്കാളും നല്ല റോൾ ഇനിയും കിട്ടും, അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാവാണ്. ഇവന്റെ ഇവൻ വീണ്ടും ഇങ്ങനെ മാന്തതിരിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ മറ്റേ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൗസ് ഇല്ല, ഒരു ഓവനിലൊക്കെ വെക്കുമ്പോൾ അത് രണ്ടും ഇവന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇവൻ ഉറക്കിയേക്കുന്നത്. സൂചന ഉറങ്ങിയിട്ടില്ല, അവൾക്ക് കുറച്ചും കൂടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞതും ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്തുപറ്റി എങ്ങോട്ട് നിങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ ഒരു മൈൻഡ് ഇല്ല അവന്. അവന്റെ പിന്നാലെ തന്നെ ഇവളും ചെല്ലുക. പെപ്പർ ആണെങ്കിലും അവനെ നോക്കിയ ഒരേ കൊരയോട് കൊര. അവൻ പെപ്പറിനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് ചെല്ലുക. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് കയ്യിൽ കിട്ടുന്ന സാധനമെല്ലാം അവനെടുത്ത് തിന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരേ എന്ന് പറഞ്ഞ് ഇവൾ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പച്ച മാംസമാണ്. അവനെന്തോ അലുവ കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു കൂസലും ഇല്ലാതെ. തൊട്ടപ്പുറത്തൊരു മീനും ഉണ്ടായിരുന്നു. അവൻ നേരെ ആ മീൻ എടുത്ത് വായിലോട്ട് ഇടുന്നു. നിങ്ങൾ എന്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് തടയാൻ വേണ്ടി പോകുമ്പോൾ ഇവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നു. സ്വാഭാവികം, കാരണം ഇങ്ങനെ ആരെങ്കിലും കഴിക്കുന്നത് കാണുമ്പോൾ എന്തായാലും ഛർദ്ദിക്കാൻ വരും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞത് ആശാൻ അങ്ങ് ദാഹിക്കാൻ തുടങ്ങി. പുള്ളി നേരെ സിങ്കിന്റെ അടുത്ത് വന്നിട്ട് ടാപ്പ് തുറന്ന് ഒരേ കുടി വെള്ളം. ഹെയിൻസോ നിങ്ങൾ എന്തേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ ഒച്ച ഉണ്ടാകുമ്പോൾ ഇവനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നേരെ റൂമിലോട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവള് പിന്നാലെ ചെന്ന് നോക്കുന്ന സമയത്താണ് പുള്ളി കിടക്കാൻ പോയതല്ല, നേരെ ആ ഒരു ജനലിന്റെ അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ചാടാൻ പോകുന്നു. ജസ്റ്റ് മിസ്. ഇവള് പിന്നാലെ ഓടി ചെന്ന് പിടിച്ചുകൊണ്ട് മാത്രം അവനെ കിട്ടിയേ. ഒന്നാമത് ഇവള് പ്രഗ്നന്റും ആണ്, ഇവൾക്കാണെങ്കിൽ ആരോഗ്യമില്ല. എന്നിട്ടും കഷ്ടപ്പെട്ടിട്ട് ഇവള് പിടിച്ച് വലിച്ച് ഉള്ളിലോട്ട് ഇടുന്നു. വലിച്ച് നിലത്തോട്ട് ഇട്ട സമയത്താണ് നമ്മുടെ അണ്ണൻ കണ്ണ് തുറക്കുന്നത്. എന്തുപറ്റി ഞാനെന്ത് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ബോധം വന്ന് തൊട്ടിപ്പുറത്താണെങ്കിൽ ഭാര്യയാണെങ്കിൽ വയ്യാണ്ട് കിടക്കുന്നത്. മോളം നിനക്ക് എന്ത് പറ്റി, വയ്യാണ്ടായി, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ചെന്ന് അടുത്തോട്ട് പോകുമ്പോൾ പറ്റിയത് എനിക്കല്ല നിങ്ങൾക്കാണ്, നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്, ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്ക് ഇറച്ചി കഴിക്കുക, ഇപ്പൊ ജനലിൽ നിന്ന് ചാടാൻ നിൽക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവനെ സംബന്ധിച്ച് ഈ ഒരു കാര്യങ്ങളൊന്നും അവൻ അറിയുന്നില്ല, അല്ലെങ്കിൽ അവന് ഓർമ്മയില്ല. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം. ആ പോകാം, നീ സമാനപ്പെടുന്നു പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിറ്റേ ദിവസം തന്നെ വീട്ടിലുണ്ടായിരുന്ന ജനലും ബാൽക്കണി വരുന്ന പോർഷൻസും എല്ലാവിടെയും നല്ല ബലമുള്ള കമ്പികൾ വെച്ച് മറക്കുന്നുണ്ട്, ഇന്നലെ രാത്രി നടന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ബട്ട് ഈ ഒരു വിഷയം സൂജിന്റെ അമ്മ അറിയുന്ന സമയത്ത് അമ്മ അതിനെ അങ്ങനെയല്ല നോക്കി കാണുന്നത്. മോളെ ഇതൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല, അവന്റെ ദേഹത്ത് എന്തോ ഒരു പ്രേതബാധ കയറിയതായിരിക്കും. ആയിരിക്കുന്നല്ല, അതെ ഇത് ഞാൻ മന്ത്രിച്ച് വാങ്ങിച്ചോണ്ട് വന്ന പേപ്പർ, ഇത് നിങ്ങൾ കിടക്കുമ്പോൾ കട്ടിലിന്റെ അടിയിലായിട്ട് ഒട്ടിച്ചു വെക്കണം, എന്നാലേ മരുമോനും ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം പോകത്തുള്ളൂ. എന്നാൽ സൂചന ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല, കാരണം അവൾക്ക് ഈ അന്ധമായ വിശ്വാസമൊന്നുമില്ല. അമ്മ പ്രേതവും ഭൂതമൊന്നും അല്ല, അങ്ങേർക്കുള്ളത് ഉറക്കത്തിന്റെ അസുഖമാണ്, ഞങ്ങൾ എന്തായാലും ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സൂചിയും പറയുന്നു. അവിടെ കിട്ടിയതിലൊരു ഹോസ്പിറ്റലിൽ ഇവനെ ഡയഗ്നോസ് ചെയ്യുന്നു, എന്താ പ്രശ്നം എന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ സംഭവം എന്താണെന്നാൽ ഇവന്റെ ആ ഒരു REM സ്ലീപ്പ് സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. ഈ സ്ലീപ്പ് സൈക്കിളും REM എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊതുവേ നമ്മളൊരു ശരാശരി ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് കുറെ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും 3 അവേക്ക്, ഡീപ് സ്ലീപ്പ് ആൻഡ് ലൈറ്റ് സ്ലീപ്പ്. അപ്പോൾ അതിൽ ആ ഒരു തേർഡ് സ്റ്റേജിൽ REM എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ്. ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അയാളുടെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന ഒരു പരിപാടിയില്ലേ, അതിനെയാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു REM ഭയങ്കര സ്വാഭാവികമുള്ള കാര്യമാണ്. എന്നാൽ ഒരു ശരാശരി വ്യക്തി കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ കണ്ണുകളും അതേപോലെ തന്നെ ബ്രീത്തിങ് മസിൽസും ആണ് വർക്ക് ചെയ്യാറുള്ളത്. ബാക്കി അദ്ദേഹത്തിന്റെ ബോഡിയിലുള്ള ഒന്നും വർക്ക് ആകത്തില്ല, അല്ലെങ്കിൽ ആക്റ്റീവ്ലി അത് ഷട്ട് ഡൗൺ ആയിരിക്കും. ബട്ട് ഫോർ സം പീപ്പിൾസ് അവർക്ക് അത് കൂടാതെ പല കാര്യങ്ങളും വേറെയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ബോഡിയിൽ. അതായത് ഒരാൾ നല്ല രീതിയിൽ ഉറങ്ങുന്നു, അയാൾ കാണുന്ന സ്വപ്നത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ റിയൽ ലൈഫിലും ഉറക്കത്തിൽ വെച്ച് അയാളുടെ ബോഡി ഇനാക്ട് ചെയ്യുന്നു. ഉറക്കത്തിൽ സംസാരിക്കുന്നത്, കൈയും കാലിട്ട് അടിക്കല്, അതേപോലെ തന്നെ എഴുന്നേറ്റ് നടക്കല്, ഭയങ്കരമായിട്ടുള്ള കൂർക്കം വലി, എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഡിസോർഡറിന് ഒരു പേരുണ്ട്, RBD, റാപ്പിഡ് ഐ മൂവ്മെന്റ് ബിഹേവിയറൽ ഡിസോർഡർ. ഇങ്ങനെ പ്രധാനമായിട്ട് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ളത്ര ഡോപ്പമിൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാത്രിയിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നതും ഇറങ്ങി നടക്കുന്നതും അദ്ദേഹം അറിയാതെ തന്നെ മുഖം മാന്തി പൊളിക്കുന്നതും എല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് കറക്റ്റായിട്ട് കഴിക്കുക. പിന്നെ പ്രധാനമായിട്ടും വീടും ചുറ്റുഭാഗവും കുറച്ചും കൂടെ സേഫ് ആക്കുക. കത്തി, കത്രിക പോലുള്ള മൂർച്ചുള്ള സാധനമൊന്നും വെക്കാതിരിക്കുക. കൂർത്ത എഡ്ജുള്ള വല്ല ഫർണിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അറ്റം എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. ആൽക്കഹോൾ തൊടാനേ പാടില്ല, ഒരു തരത്തിലുള്ള ഡ്രിങ്ക്സും, ഈവൻ ബിയർ പോലും. ഇവൻ വാങ്ങിച്ചു വെച്ച സാധനമല്ല ഇവളിങ്ങനെ ഒഴിച്ച് കളയുമ്പോൾ ഇവന്റെ മനസ്സൊക്കെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. വേദനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.
ദെൻ ഡോക്ടർ കൊടുത്ത ആ ഒരു മരുന്നെല്ലാം കഴിച്ചിട്ട് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നായ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവളുടെ തൊട്ടിപ്പുറത്ത് നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നു. ഡോക്ടർ കൊടുത്ത ഒരു മെഡിസിൻ വർക്ക് ആവുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് ഇവൾക്കുള്ളത്. അത് കഴിഞ്ഞ് ഇവള് കിച്ചണിലോട്ട് പോയി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. എന്നിട്ട് ഇവള് പെപ്പർ എവിടെയെന്ന് പറഞ്ഞ് പെപ്പറിനെ അന്വേഷിക്കുന്ന സമയത്ത് അവനെ എവിടെ കാണാനില്ല. അവന്റെ ഫുഡ് ആണെങ്കിലോ നിലത്തൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. ഇതെന്ത് ഇങ്ങനെ കിടക്കുന്നത്, അവനെന്താ വിശന്നോ? ഇവൾ അടുത്ത് വന്ന് അതങ്ങ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് പെപ്പറിന്റെ പൂടെയെല്ലാം അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഫ്രിഡ്ജിന്റെ അറ്റത്തായിട്ടും ആ ഒരു പൂടെയെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുമുണ്ട്. സംശയം തോന്നി ഇവള് ആ ഒരു ഫ്രിഡ്ജ് അങ്ങ് വന്ന് തുറക്കുന്നുണ്ട്. ഒന്നും അങ്ങ് മിണ്ടാനാവാതെ അവളങ്ങ് ഷോക്കായി നിന്നു പോവുക. സംഭവം മനസ്സിലായില്ലേ, അതിനെ കൊന്ന് ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചേക്കോ. ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ഒന്നും അറിയാതെ കിടക്കുന്ന അവിടെ നായകൻ. അവിടെ ഘട്ടത്തിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇച്ചിരി മാസങ്ങൾക്ക് ശേഷമാണ്. സൂജിന്റെ ഡെലിവറി നടക്കുന്നു. അവൾക്കൊരു കുട്ടി ജനിക്കുന്നു. ഇവളുടെ അമ്മ ഇവളോട് ഇപ്പോഴും പറയുന്നുണ്ട്, മോളെ നീ അങ്ങോട്ട് പോകണ്ട, നീയും കൊച്ചും അവിടെ ഒട്ടും സേഫ് അല്ല. ഉറക്കത്തിൽ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നവന്റെ വീട്ടിലോട്ട് എന്ത് വിശ്വസിച്ചിട്ടാണ് നീ ചെല്ലുന്നത്? മിണ്ടാതെ നീ അവനെ ഡൈവേഴ്സ് ചെയ്ത് കൊച്ചിനെ കൊണ്ട് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാം നമുക്ക്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അങ്ങേർക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുട്ടിയും ജനിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നിങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് ഇവള് തിരിച്ച് വീണ്ടും ഇവന്റെ വീട്ടിലോട്ട് തന്നെ വരുക. എടി ഈ റൂം എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? നമ്മുടെ അപ്പാർട്ട്മെന്റ് തൊട്ടടുത്തുള്ള ഒന്ന് നടന്നു എത്തുന്ന ദൂരേ ഉള്ളൂ. നീയും കൊച്ചു ഇവിടെ ഇരുന്നു, ഞാൻ രാത്രിയാകുമ്പോൾ അങ്ങോട്ട് പോക്കോളാം. അതാകുമ്പോൾ ആർക്കും കുഴപ്പമില്ലാതെ പേടിക്കാതെ നമുക്ക് ഇരിക്കാലോ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? വേർപിരിഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ സൊല്യൂഷനെങ്കിൽ അത് നമുക്ക് മുമ്പേ പറ്റുമായിരുന്നല്ലോ. നമ്മൾ വീട്ടിൽ എഴുതി വെച്ച കാര്യം നിങ്ങൾ മറന്നോ? ഒരുമിച്ച് നമുക്ക് എന്ത് നേരിടാൻ പറ്റും. ടുഗദർ വി ക്യാൻ ഓവർകം എവറിത്തിങ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി താമസിക്കൊന്നും വേണ്ട, നമ്മൾ ഒരുമിച്ച് താമസിക്കുള്ളൂ എന്നും പറഞ്ഞ് കൊച്ചിനെ കൊണ്ട് ഇവർ നേരെ ഇവരുടെ റൂമിലോട്ട് തന്നെ ചെല്ലുന്നു. റൂമിൽ വന്ന് കുറച്ചും കൂടെ ആൾട്രേഷൻസ് ചെയ്യുന്നു. റൂമിന്റെ ഡോർ സ്ട്രോങ് ആക്കുന്നു. ഓരോ ഡോറിന്റെ അറ്റത്തും ആ ഒരു ബെല്ല് കൊണ്ടുവയ്ക്കുന്നു. രാത്രി എങ്ങാനും ഇവൻ എഴുന്നേറ്റ് ഡോർ തുറന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി. കൈയും കാലം കെട്ടിയിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി മറ്റേ ആ ഒരു ടെന്റിലൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, ആ ഫുൾ ബോഡി കവർ ആവുന്ന സാധനം, അത് വിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. രാത്രി ഒന്ന് എഴുന്നേക്കണം എന്ന് വിചാരിച്ചാലും പെട്ടെന്ന് ഇതിൽ നൂരി വരാൻ പറ്റത്തില്ല. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവൾ ആ ഒരു ജനലിയും താഴെ നോക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, താഴെ പുതുതായിട്ട് താമസം വന്ന ചേച്ചി. പുള്ളിക്കാരത്തി അവരുടെ മോനും പട്ടിക്കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കാൻ വരിക. അവരുടെ കയ്യിൽ ഒരു പൊമേരിയൻ ഡോഗ് ഉണ്ട്, ഏതാണ്ട് നമ്മുടെ പെപ്പറിനെ പോലെ തന്നെ. അതിനെ കണ്ടതും ഇവൾക്കാണെങ്കിൽ ഇവളുടെ പെപ്പറിനെ ഓർമ്മ വന്നു. പഴയ ഫോട്ടോസും നടന്ന കാര്യമെല്ലാം ഇങ്ങനെ ഓർക്കുമ്പോൾ ഇവൾക്ക് വല്ലാണ്ട് പേടി വരാൻ തുടങ്ങി. കാര്യം ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഇവളാണെങ്കിൽ പോലും ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഇവരുടെ വീട്ടിൽ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞുണ്ട്. ഇവർ വർഷങ്ങളായിട്ട് വളർത്തിയ ഒരു പട്ടിക്കുട്ടിയുടെ അവസ്ഥ അതാണെങ്കിൽ ഇപ്പൊ വന്ന് ഈ ഒരു കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നോർത്തിട്ട് ഇവൾക്ക് വല്ലാതെ ആദി കയറുന്നു. ആൾറെഡി ഡോക്ടർ കൊടുത്ത ഒരു മരുന്ന് കഴിച്ചിട്ടാണ് ഇവൻ കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് പോലും ഇവള് വീണ്ടും അതിൽ നിന്ന് ഒരു ഗുളിക എടുത്തിട്ട് ഇവന്റെ വായിൽ വെച്ച് കൊടുക്കുക, ഒരു ഉറപ്പിന് വേണ്ടി എങ്ങാനും ഇവൻ എഴുന്നേറ്റാലോ എന്നോർത്തിട്ട്. അത് കഴിഞ്ഞ് ഈ ഒരു സ്ലീപ്പ് ഡിസോർഡറിനെ പറ്റി ഇവള് നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. അതുമായിട്ട് സംഭവിച്ച കാര്യങ്ങളെ പറ്റി അവൾ അന്വേഷിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു സ്ലീപ്പ് ഡിസോർഡർ സംഭവിച്ച് എന്തൊക്കെ ക്രൈം ഉണ്ടെന്ന് ഇവൾ നോക്കിയത്. ഒരാളാണെങ്കിൽ ഉറക്കത്തിൽ തന്നെ അയാളുടെ കുടുംബത്തിനെ തന്നെ കൊന്നു കളഞ്ഞേക്കുന്നു. ജനിച്ച കുട്ടിയെ അറിയാതെ കൊന്നേക്കുന്നു. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് പല കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഉറക്കത്തിലാണ്. ഇങ്ങനെ ഓരോന്ന് അവൾ കാണും തോറും ഇവളുടെ ഉള്ളിലുള്ള ഒരു പേടിയുടെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. രാത്രി ഉറങ്ങാന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ നോക്കുമ്പോൾ അവൾക്കത് പറ്റുന്നുമില്ല. അങ്ങേരിക്കാനും രാത്രി എഴുന്നേറ്റ് വന്ന് കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്ന ഒരു പേടിയാണ് ഇവളുടെ ഉള്ളിൽ. ആ പേടിയിൽ തന്നെ ഇവൾ ആ ഒരു കൊച്ചിനെ ഒരു തൊട്ടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ ബാത്റൂമിൽ ചെന്ന് വാതിലടച്ചിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കി, ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം ഇവളെ ബാധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കൊച്ചിനുമായിട്ട് ഇവൾ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും ഡോർ ഇങ്ങനെ ആഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് ആരാന്നുള്ള കാര്യം ഇവൾക്ക് നല്ലപോലെ മനസ്സിലായി. എന്നിട്ടും പേടിച്ചിട്ട് അവൾ തുറക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു അടി നിന്ന് ഇവള് മെല്ലെ ഡോർ തുറന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ തൊട്ടിയില്ല, ആ തൊട്ടിയുടെ അടുത്ത് നിന്നിട്ട് മുള്ളിക്കൊണ്ടിരിക്കുക. പുള്ളി ഉറക്കത്തിൽ ബാത്റൂം പോകാൻ വേണ്ടിയാണ് ഈ ഒരു ഡോർ മുട്ടിയത്. കൊടുത്ത ഡോസിന്റെ കൂടുതൽ ഡോസ് കൊടുത്തിട്ടും ഇവൻ രാത്രി എഴുന്നേറ്റ് നടന്നു. സോ ആ ഒരു മരുന്ന് കൊണ്ടൊന്നും ഒരു നടപടി ആവുന്നില്ല എന്നൊരു കാര്യം ഇവൾക്ക് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ ഇങ്ങനെയും കൊണ്ട് ഡോക്ടർ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഈ മരുന്നും ഡോസൊന്നും ശരിയാവുന്നില്ല, ഇദ്ദേഹത്തിന് വീണ്ടും അതെല്ലാം നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഡോസ് കൂട്ടും അല്ലെങ്കിൽ വേറെ മരുന്ന് തരും. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം വേണതിന്. ഞാൻ നല്ല കുറേ റിസർച്ച് ചെയ്തായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഡിസോർഡർ ഉള്ളവർക്ക് ഈ ഒരു സർട്ടൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണെന്ന് ഞാൻ കണ്ടു. ഞങ്ങൾക്ക് ആ ഒരു ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര കമ്പൽ ചെയ്യുന്നു ഡോക്ടറെ. മാമിന് എങ്ങനെ ഈ ഒരു സാധനം കിട്ടിയെന്ന് എനിക്കറിയില്ല, എന്നാലും ഇങ്ങനെ ഒരു സാധനമൊന്നും നമുക്ക് ഒരാൾക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു മെഡിസിൻ കറക്റ്റ് ആണ്, അത് അതിന്റെ അളവിൽ തന്നെ വേണം. അത് ചുമ്മാ തോന്നിയ പോലെ അതിന്റെ അളവ് കൂട്ടാനും പറ്റത്തില്ല. തനിക്ക് എന്താണോ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് മേശയിലുണ്ടെന്ന് എന്ത് സാധനമൊക്കെ എടുത്ത് അയാളുടെ ദേഹത്തോട്ടൊക്കെ ഇവള് വലിച്ചെറിയുന്നു. താൻ എഴുതി തരാതെ ഞങ്ങൾക്ക് ആ ഒരു മെഡിസിൻ വാങ്ങാൻ പറ്റത്തില്ല, അപ്പം മരിക്ക് എഴുതാന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നു. ഇതേസമയം ഇവനാണെങ്കിലോ ഇവനോട് തന്നെ ഭയങ്കര ഗിൽറ്റ്, താൻ മൂലം ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് അന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാതെ ഇവൻ നേരെ കാറിൽ ആ തണുപ്പത്ത് താഴെ വന്ന് കിടന്നുറങ്ങുക. എന്നാൽ ഇവളാണെങ്കിൽ വിട്ടാ പോരെ, വിടത്തില്ല. വീണ്ടും താഴെ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും കിടന്നുറങ്ങണ്ട, ബാ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് അവനെ വീണ്ടും വിളിച്ച് മുകളിലോട്ട് കയറ്റുന്നു. അവക്കാണെങ്കിലോ കെട്ടിയവനെ ഒറ്റയ്ക്ക് വിടാനും പറ്റത്തില്ല, കൂടെ കടത്താനും സമ്മതിക്കത്തില്ല. ദെൻ കുട്ടിയുടെ റൂമിന്റെ ഡോറിൽ വീണ്ടും ഒരു എക്സ്ട്രാ ലോക്ക് വെക്കുന്നു. ആഞ്ഞു പിടിച്ച് വലിച്ചാലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വിടുന്നുണ്ട്. കൊച്ചിനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കുക എന്നതാണ് ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം. ഇപ്പൊ അടുത്ത ദിവസം ഇവളുടെ അമ്മ
ഇവളെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ഒറ്റയ്ക്കല്ല വരുന്ന, കൂടെ ഒരു മന്ത്രവാദിനിയും ഉണ്ട്. പുള്ളിക്കാരത്തി വീട്ടിൽ വരുന്നു, മണിയെടുത്തടിക്കുന്നു, മൊത്തം കിടന്ന് കറങ്ങുന്നുണ്ട് വീടിന് ചുറ്റും, ഓരോ റൂമും മുക്കും മൂലയെല്ലാം. ഷീ ഹാസ് എ യൂണിക് സെൻസിങ് എബിലിറ്റി വിച്ച് അലോ ഹർ ടു സീ ദീസ് പ്രേതം, പിശാച്, ഓൾ ദോസ് തിങ്സ്. ഓഫ് കോഴ്സ് കയ്യിലിട്ടാടുന്ന മറ്റേ മണിയടി ഈസ് മാൻഡറ്ററി. എനിവേ പുള്ളിക്കാരത്തി ഉള്ളിൽ കയറുന്നു, മണി അടിച്ച് എല്ലാവരുടെയും സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ പറഞ്ഞു വെച്ചോ അല്ലേ നമ്മുടെ കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നായകന്റെ അടുത്തോട്ട് ചെല്ലുക. ആൻഡ് ഹി വാസ് ലൈക്ക്, ആരാ, എന്താ വേണ്ട എന്നെ വന്ന അമ്മച്ച് നേരെ ഇവരെ നോക്കിയിട്ട്, ഇവൻ ഒന്നല്ല രണ്ട് എന്ത്, ഐ മീൻ ഇവന്റെ ശരീരത്ത് ഒരാത്മാവല്ല രണ്ടാത്മാവുണ്ടെന്ന്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഈ വീട്ടിലുള്ള ആള് വെറുതെ വന്നതല്ല, നിന്റെ മകള് വിളിച്ചു വരുത്തിയതാണെന്ന്, അല്ലെങ്കിൽ അവളെ സ്വന്തമാക്കാൻ വേണ്ടി വന്ന ആത്മാവാണിത്. ഇനി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ആരാ എന്താന്നൊക്കെ. അധികമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കണ്ടുപിടിച്ചിട്ട് എന്നെ അറിയിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മേലെ ആ ഒരു ക്രിയകൾ ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ. ആരാന്നോ എന്താന്നോ അറിയാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ നായിക എന്ത് ചെയ്തു, അവളുടെ പാസ്റ്റിൽ അവൾ എത്ര പേരെ സ്നേഹിച്ചു, എത്ര പേരെ ഡേറ്റ് ചെയ്തു, അവരുടെ എല്ലാ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിൽ ആരും തന്നെ മരിച്ചിട്ടില്ല, എല്ലാവരും ജീവനോടെ ഉണ്ട്. പലരും പല രീതിയിലുള്ള ലൈഫുമായിട്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവള് തേടുന്ന ആള് ആ ഒരു കൂട്ടത്തിലില്ല. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇവളുടെ മൈൻഡിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അവനോടും ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ വല്ല കാര്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടി നീ എന്തുവായി പറയുന്നത്, ആ തള്ള വന്ന് മണി അടിച്ചു പറഞ്ഞാൽ ഈ പ്രേതം ഉണ്ടെന്നോ അത് എങ്ങനെ വന്നതെന്നൊക്കെ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞായിരിക്കും. എടി എൻ്റെ എന്ന് പറയുന്ന ഒരു രോഗമാണ്, ഇതിൽ നിന്റെ അമ്മയെ പോലെ ആ ഒരു പ്രേതമുണ്ട് പിശാചുണ്ടെന്ന് പറഞ്ഞ് നീ തുടങ്ങരുത്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവളും കിടക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞതും താഴെ പുതുതായിട്ട് വന്ന ആ ഒരു വീട്ടുകാർ പുതിയൊരു പട്ടിയെ വാങ്ങിയെന്ന് പറഞ്ഞില്ല, ഒരു പൊമേറിയൻ ഡോഗ്, ഇവരെ പോലെ തന്നെ. അതാണ് ഈ തെരുതെരായെന്ന് കുറച്ചുകൊണ്ടിരിക്കുക. ആ ശബ്ദമാണെങ്കിൽ ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതേ കേട്ടോ, നമ്മുടെ പെപ്പറിനെ പോലെ തന്നെ താഴത്തെ വീട്ടുകാർ ഒരു പട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട്, അതാ ഈ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശബ്ദം ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടി കുറച്ചതും താഴെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇവരുടെ മുമ്പുണ്ടായിരുന്ന ആ ഒരു കിളവൻ നമ്മളോട് ഏത് നേരം വഴക്കുണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മളോട് വഴക്കുണ്ടാക്കിയെന്നല്ല, എന്നോട്. അയാൾ തന്നെ വഴക്ക് പറയും, ഇന്നേ വരെ വന്നിട്ടില്ല, എന്നെ മാത്രമേ പറയത്തുള്ളൂ, നിന്നെ എന്തോ വലിയ കാര്യമായിരുന്നു അയാൾക്ക്. ഇത് കേൾക്കുന്ന നമ്മുടെ നായിക അതിനെ വേറെ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. പിറ്റേ ദിവസം തന്നെ ഇവള് നേരെ താഴത്തുള്ള വീട്ടിലോട്ട് ചെല്ലുക. ഇവർ പെപ്പറിന് വേണ്ടി വാങ്ങിച്ചു വെച്ച പല സാധനങ്ങളും ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് താഴെയുള്ള വീട്ടിൽ ആ ഒരു പട്ടിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അതെല്ലാം തൂക്കിയിട്ടാണ് താഴോട്ട് ഇവള് വരുന്നത്. അവരും ഇവളെ വിളിച്ച് ഉള്ളിലോട്ട് കയറ്റി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്നതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ പെപ്പർ രാത്രിങ്ങാനും കുറച്ച് കഴിഞ്ഞാൽ താഴെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അപ്പം ഞങ്ങളെ ഒരുപാട് ചീത്ത പറയായിരുന്നു. എനിക്കറിയാം, അതേ എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിന് അറിയോ പുള്ളി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? മുത്തശ്ശൻ മരിച്ചുപോയി എന്ന് അവിടെ ഉണ്ടായിരുന്ന ചെറുക്കൻ പറഞ്ഞു. ഇത് കേട്ടത് നായിക അങ്ങ് വല്ലാണ്ട് ഷോക്കാവുന്നു. ആ അപ്പൂപ്പൻ മാറി വേറെ ഒരു താമസക്കാർ വന്നു എന്ന് ഓർക്കുമ്പോൾ അത് അയാളുടെ തന്നെ മകളായിരുന്നു. ഇപ്പൊ അയാൾ മരിച്ചെന്നും പറയുന്നു. അപ്പൊ എല്ലാം കൂടെ കൂട്ടി വയ്ക്കുന്ന നമ്മുടെ സൂജിൻ നേരെ വീട്ടിൽ വന്നിട്ട് അവളുടെ എച്ചിനെ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് ഓരോരുത്തരുടെ പേരും അയച്ചായിരുന്നല്ലോ, അതിന്റെ ഏറ്റവും അവസാനത്തെ പേരായിട്ട് ഈ അപ്പൂപ്പന്റെ പേരും അങ്ങ് ഇടുന്നു. അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങേര് തന്നെയാണെന്ന്. കാരണം വേറെ ആരും ഇല്ല. ഇത് ഇവളുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് സ്വന്തം ഭർത്താവിന്റെ ശരീരത്തിൽ അയാളല്ല പകരം ഈ കിളവനാണെന്നുള്ളൊരു കാര്യം ഇവളുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് അവൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുന്ന ഇവളുടെ ഹസ്ബൻഡിനെ നോക്കി ഇവളിങ്ങനെ നിൽക്കുക. അവിടെ കട്ടിയത് പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറന്ന് ഇവൻ പുറത്ത് വരുമ്പോൾ അവളുടെ കണ്ണൊക്കെ അങ്ങ് ചോന്ന് ഇവനെ തുറച്ചു നോക്കിയിട്ട് ആ മുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുവോ. നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? പിന്നെ ഇതെന്ത് ഈ പേപ്പർ കട്ടിലടിയിൽ എനിക്ക് കിട്ടിയത് എന്തോന്നത് എന്ന് പറഞ്ഞ് ഇവളുടെ അമ്മ ഇവൾക്ക് കൊടുത്ത ആ ഒരു മന്ത്ര പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഇവനെ അയച്ചുകൊണ്ട് വന്നേക്കുക. നിങ്ങളോട് ആരും ചുരുട്ടാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് ഇവളത് വാങ്ങിച്ച് അതിനെ വീണ്ടും വൃത്തിയാക്കുന്നു. ഇതുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ എഴുന്നേറ്റിട്ടേ ഇല്ല. അതെങ്ങനെ നിനക്കറിയാം? നീ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ നിങ്ങളെ നോക്കി വന്നു, എനിക്ക് ഉറക്കം വന്നില്ല. ഇനി നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ ഒന്ന് ഉറങ്ങിയിട്ട് വാ, നമുക്ക് അത് കഴിഞ്ഞിട്ടെല്ലാം സംസാരിക്കാം. വാ എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ച് കിടത്തി ഉറക്കുന്നുണ്ട്. അവളും കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ രാത്രിയിൽ ഇവള് പെട്ടെന്ന് എഴുന്നേക്കുക. തൊട്ടടുത്തായിട്ട് ഇവളുടെ ഹസ്ബൻഡ് കിടക്കുന്നുണ്ട്. ഇയാൾ ഇവിടെ കിടക്കുവാണെങ്കിൽ കൊച്ചു എവിടെയെന്ന് പറഞ്ഞ് ഇവള് വേഗം വന്ന് തൊട്ടിലെടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുട്ടിയില്ല, പകരം കുറെ വേസ്റ്റ് കിടക്കുന്നു. ഇവൾക്കങ്ങത് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവൾ പുറത്ത് വന്ന് കൊച്ചിനെ എല്ലാവരും അന്വേഷിക്കുന്നു. നോക്കുമ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, കരച്ചിൽ. അപ്പോൾ ആ ഒരു ശബ്ദം തേടി ഇവളിങ്ങനെ പോകുമ്പോൾ ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബോക്സിൽ നിന്നാണ് ഈ ഒരു കൊച്ചിനെ ശബ്ദം കേൾക്കുന്നത്, കരച്ചിൽ. ഇവള് വേഗം ഓടിച്ചെന്ന് ആ ഒരു മുകളിലുള്ള ആ ഒരു വേസ്റ്റ് ഒക്കെ അങ്ങ് മാറ്റി നോക്കുമ്പോൾ ഇവളുടെ കൊച്ചിന്റെ കൈ അവിടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. സോ കൊച്ചിനെ അവൻ വേസ്റ്റ് ബോക്സിൽ കൊണ്ട് ഇട്ടേക്കുക. അവിടെ കട്ടിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന രീതിയില്ല. സോ ഇപ്പൊ കണ്ടതെല്ലാം അവളുടെ സ്വപ്നമായിരുന്നു. ഉറക്കം എഴുന്നേറ്റ് ഇവള് വേഗം തന്നെ കൊച്ചിനെ കാണാൻ വേണ്ടി ഓടുക. കാര്യം സ്വപ്നമാണെന്ന് പറഞ്ഞാലും കൊച്ചിനെയാണല്ലോ വേസ്റ്റ് ബോക്സിൽ കണ്ടേ. അപ്പോൾ ഓടി വന്ന് തൊട്ടിൽ നോക്കുമ്പോൾ അവിടെ കൊച്ചിനെ കാണാനില്ല. അത് കഴിഞ്ഞ് നായകൻ അവിടെ നോക്കുമ്പോൾ അവനെ അവർ വീട്ടിൽ കാണാനില്ല. കൊച്ചിനെയും കൊണ്ട് ഇയാൾ എങ്ങോട്ട് പോയെന്ന് അറിയാതെ ഇവള് ഭയങ്കരതയും വെപ്രളപ്പെടുവോ വീട്ടിൽ കിടന്നിട്ട്. അവള് വീട്ടിലുള്ള എല്ലാ മുക്കും മൂലം അരിച്ചു പോരുന്നു, ഇൻക്ലൂഡിങ് ഫ്രിഡ്ജ് വരെ തുറന്നു നോക്കുക ഇനി എങ്ങാനും അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു. പേടിച്ചിട്ടാ എവിടെ എന്തുണ്ടാവും എന്നൊന്നും അറിയത്തില്ല അവൾക്ക്. അപ്പോൾ അവൾ തിരിയുമ്പോഴാണ് അടുപ്പിലൊരു എന്താ പറയുക ഒരു വലിയൊരു അണ്ടാവ് പോലൊരു സെറ്റപ്പിനകത്ത് എന്തോ ഒരു സാധനം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അവളൊന്നും നോക്കിയില്ല, വേഗം വന്നത് തുറന്നു നോക്കി. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഈ എല്ലും മാംസവും എല്ലാം കാണുന്നുണ്ട്. അത് കണ്ടതോടെ അവളുടെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. തിളച്ചുകൊണ്ടിരിക്കുകയാണ്, തീ കത്താന്ന് നോക്കാതെ അവൾ ആ സാധനം എടുത്ത് താഴെ കമത്തുക. അവളുടെ കൊച്ചുങ്ങാനും ആണോ എന്നറിയാൻ വേണ്ടി. ഇവളെ തിളച്ച സാധനം തപ്പിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കൊച്ചിനെ കൊണ്ട് നമ്മുടെ നായകൻ വീട്ടിലോട്ട് വരുന്നത്. ഇവൻ ചുമ്മാ കൊച്ചിനെ എടുത്ത് പുറത്തോട്ടങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. തിരിച്ചു കയറി വരുമ്പോൾ ഇതാണ് അവസ്ഥ. എടി നീ എന്ത് കാണിക്കുന്നത്? അത് ഞാൻ മട്ടൺ വേവിക്കാൻ വെച്ചതാണ്. കൊച്ചിനെ ഇവൻ സേഫ് ആയിട്ട് തൊട്ടിലേക്ക് എടുത്തിട്ട് ഓടി ഇവളുടെ അടുത്തോട്ട് വരിക. ഇവളുടെ കൈയൊക്കെ അങ്ങ് പൊള്ളി കിടക്കുക. അതിലോട്ട് ഐസ് വെക്കാന്ന് പറഞ്ഞ് ഇവ ഫ്രിഡ്ജ് തുറന്ന് ഐസ് ക്യൂബ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയം
ഇങ്ങനെ ആ ഒരു അണ്ടാവ് വെച്ച് തന്നെ അവനെ തലക്കടിച്ച് മയക്കുന്നുണ്ട്. അവിടെ കെട്ടിയത് കുറച്ച് നേരം കഴിഞ്ഞ് ആ ഒരു മയക്കം തെളിഞ്ഞ് അവൻ കണ്ണ് തുറക്കുമ്പോൾ കത്തിയുമായിട്ട് ഇവന്റെ ഫ്രണ്ട് നിൽക്കുന്ന സൂചിനെ അവൻ കാണുന്നത്. ഇവന്റെ കൈയും കാലിലും കെട്ടിയിട്ട് ഇവന്റെ ദേഹത്ത് കയറിയിരിക്കുകയുള്ളൂ. എടോ കിളവ താനാണെന്ന് എനിക്ക് മനസ്സിലായി. കിളവനോ നീ ആരെ ഈ പറയുന്നത്? എടി ഞാനാണത് നിന്റെ കെട്ടിയോൻ. മതിയോടോ തന്റെ അഭിനയം. ഇനിയും കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ കത്തിയെടുത്ത് കുത്തി കൊല്ലി ഞാൻ. എന്റെ എല്ലാം പോയി കിടക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞ് അവള് കത്തി നേരെ കഴുത്തിലോട്ട് ഇറക്കുന്നുണ്ട്. അവന്റെ കഴുത്തിന് ചെറുതായിട്ട് ചോരയും പൊടിയുന്നുണ്ട്. സൂചി ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോടെ നീ കേക്ക്. എടി ഒരു കിളവനോ ആത്മാവോ ഒന്നും അല്ലടി, ഇത് എന്റെ രോഗത്തിന്റെയാ. ഞാൻ ആ ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അതേ മെഡിസിൻ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാവകാശം എന്താ, ഞാൻ ഇത് എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് തിരിച്ചു വന്നോളാം, പ്ലീസ് എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞ് ഇവൻ കാലി പിടിച്ച് കരഞ്ഞു പറയുന്നുണ്ട് അവളോട്. എന്ത് പറ്റിയെന്ന് അറിയില്ല, അവൾ പെട്ടെന്ന് തന്നെ ഒരു കത്തി താഴെയിട്ട് കൂളാവുന്നു. അവിടെ കെട്ടിയതിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നായകൻ വീട്ടിൽ നിന്ന് മാറിയിട്ട് അവൻ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ദിവസങ്ങളും മാസങ്ങളും പോകും തോറും ഇവൻ ശരിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇവന് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എഴുന്നേക്കുന്നില്ല, ഒക്കെ ഏതാണ്ട് ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഡോക്ടർ അപ്രൂവ് ചെയ്യുന്നുണ്ട് തങ്ങളുടെ രോഗമെല്ലാം മാറി എന്ന രീതിയിൽ. ഇവന് ട്രീറ്റ്മെന്റ് കയറിയിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 3 മാസത്തിലേറെയായി. ഇതേ സമയം നമ്മുടെ നായികയും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇവൻ ഡിസ്ചാർജ് ആവുന്ന അതേ ദിവസം തന്നെയാണ് അവളും ഡിസ്ചാർജ് ആവുന്നത്. അപ്പൊ ഞാനിന്ന് അവളെയും കൂട്ടി തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഇവൻ തിരിച്ചിറങ്ങും. പഴയ പോലെ ഷേവ് എല്ലാം ചെയ്ത് വൃത്തിയാവുന്നുണ്ട്. സൂജിന്റെ അമ്മയും കൊച്ചിനെയും വിളിച്ച് ഇവള് നേരെ സൂജിനുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക. ഇത്രയും നാളും അവളുടെ അമ്മയാണ് ഈ ഒരു കുട്ടിയെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവനും അവളുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവളെ അവിടെ കാണാനില്ല. അവൾ പെട്ടെന്ന് ആരോടൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവർ കുറെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മ പേടിക്കേണ്ട, അവളെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് കൊച്ചിനെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഇവൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഇവനും വീട്ടിൽ ചെന്ന് ആ ഒരു വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവനങ്ങ് ഞെട്ടിപ്പോവുക. കാര്യം ഇവന്റെ വീടാണെന്നേ തോന്നുന്നില്ല. കാരണം ഒരു മൂല പോലും വിടാതെ എല്ലാവിടെയും ആ ഒരു മന്ത്രപേപ്പർ ഉണ്ടല്ലോ അതങ്ങ് ഒട്ടിച്ച് വെച്ചേക്കുക. ഫ്ലോറും ചുമരും സീലിംഗും എന്ന് പറഞ്ഞ എല്ലാവിടെയും. നിങ്ങൾ എത്തിയോ? ഇന്നാണല്ലോ 100ാമത്തെ ദിവസം. എന്തായാലും വായോ എന്ന് പറഞ്ഞിട്ട് ഇവനെ ഉള്ളിലോട്ട് കയറ്റുന്നു. സൂചി നിന്റെ പ്രശ്നം എന്താ? നീ എന്താ ആരോടും പറയാതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയെ? ഞങ്ങൾ എത്ര വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? പിന്നെ എന്ത് ഈ വീട്ടിൽ ഇത്ര ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്? പിന്നെ 100ാമത്തെ ദിവസമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സൂചി എന്ന് പറഞ്ഞിട്ട് ഇവൻ നിൽക്കുക. നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, വാ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് ഇവനെ സോഫയിൽ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് പ്രൊജക്ടർ ഓൺ ആക്കിയിട്ട് ഇവള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുക. ഹ്യോൻസു, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നമുണ്ടല്ലോ അത് സ്ലീപ്പ് ഡിസോർഡർ ഒന്നും ആയിരുന്നില്ല, അത് ആ കിളവന്റെ ആത്മാവ് തന്നെയായിരുന്നു. ഒക്ടോബർ 25-ാം തീയതിയാണ് നിങ്ങളുടെ മുറിയിൽ നിന്ന് ഒരുപാട് ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എന്നോട് വന്ന് സംസാരിച്ചത്. ഏത് ഒക്ടോബർ 25? അവർ അന്ന് രാത്രിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ ഒക്ടോബർ 25 - 7 ഒക്ടോബർ 18. ഇനി താഴെ ഉണ്ടായിരുന്ന ആ കിളവനുണ്ടല്ലോ അങ്ങേര് മരിച്ച ദിവസം ഒക്ടോബർ 8 നിനക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയേ? ഹെൻസു, അതല്ല ഇവിടുത്തെ വിഷയം. ഒരു വ്യക്തി മരിച്ച് അയാൾ 10 ദിവസത്തിനുള്ളിൽ സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ അയാൾ പ്രേതമായിട്ട് മാറും. അതായത് ഈ കിളവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങേര് മരിച്ചത് 8-ാം തീയതി, അതിന്റെ കൂടെ ഒരു 10 കൂട്ടിക്കഴിഞ്ഞാൽ ഒക്ടോബർ 18. ആ 18-ാം തീയതി തൊട്ടാണ് നമ്മുടെ മുറിയിൽ ശബ്ദം കേട്ടു എന്ന് താഴത്തെ ആ സ്ത്രീ വന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാം ശബ്ദം ഉണ്ടാക്കിയത് പിന്നെ ആര്? അത് വേറെ ആരും അല്ല, അത് ആ കിളവൻ തന്നെയായിരുന്നു. നിങ്ങൾ എന്ന് വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങിയോ അന്നാണ് അയാൾ പ്രേതമായിട്ട് മാറിയേക്കുന്നത്. ഇതെല്ലാം കേട്ട് ഇവനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ someone's inside, ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന്. അതാ വീട്ടിൽ വന്ന കാര്യമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ കിളവൻ വന്നെന്ന കാര്യം നിങ്ങൾ അറിയാതെ പറഞ്ഞു. ഇങ്ങനെ പ്രേതം കയറിയവർക്ക് അവരുടെ ദേഹം മൊത്തം ചൊറിയുന്ന പോലെ ഉണ്ടോ, അവർ മാന്തും. അതാ അന്ന് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ തന്നെ മാന്തിയെ. നമ്മളെപ്പോലെ തന്നെ എനർജിക്ക് വേണ്ടി അവരും ഭക്ഷണം കഴിക്കും. പക്ഷെ അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? പച്ച മാംസം. നിങ്ങൾ അന്ന് രാത്രി ചെയ്ത അതേപോലെ തന്നെ ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ കയറി അത് 100 ദിവസത്തിനുള്ളിൽ ആ ഒരു ബോഡി വിട്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് ശാന്തി കിട്ടിയില്ലെങ്കിൽ അതിന് ഒരിക്കലും പോകത്തില്ല. ഇന്ന് 100ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവൻ പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് പോവില്ല. സൂചി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ഇത്രയും നാൾ ഹോസ്പിറ്റലായിരുന്നില്ലേ? എനിക്കുണ്ടായിരുന്ന ഒരു രോഗമാണ്, അതിപ്പോൾ ഇല്ല എനിക്ക്. കഴിഞ്ഞ മാസത്തിൽ ഒറ്റ പ്രാവശ്യം പോലും ഞാൻ ഉറക്കത്തിന് എഴുന്നേക്കില്ല. അതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയാം. നിങ്ങളറിയാതെ നിങ്ങളെ വെച്ച് ഞങ്ങൾ ഒരു റിച്വൽ നടത്തിയായിരുന്നു. അന്നാ അമ്മച്ചി പറഞ്ഞ ഒരു ക്രിയയില്ലേ, അതാണ് ഇവള് പറയുന്നത്. സോ ഇവൻ അറിയാതെ ഇവനെ വെച്ച് എന്തോ ഒരു പൂജയല്ല ഇവർ ചെയ്തേക്കുക. ഇല്ല, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. സംശയന്റെ ഡ്രസ്സ് ഊരി നോക്കുക, നിങ്ങളുടെ ദേഹത്ത് ആ പച്ച കുത്തിയിട്ടുണ്ട്. ഇതുള്ളതുകൊണ്ടും ആ ഒരു ക്രിയ ചെയ്തുകൊണ്ടും മാത്രമാണ് അയാൾക്ക് നിങ്ങളുടെ ശരീരത്തിലൂടെ കയറാൻ പറ്റാതിരുന്നത്. ഈ പറയുന്ന കാര്യം ഒന്നും തന്നെ ഇവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. ഒന്ന് ഇവനോട് പറയാതെ ഇത്രയെല്ലാം കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ട് ആ ഒരു ദേഷ്യമുണ്ട് ഇവന്. ഇത് ശരിയാവില്ല, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല സൂചി എന്ന് പറഞ്ഞ് ഇവൻ ആ വീട് വിട്ട് ഇറങ്ങാൻ നോക്കുക. അപ്പം ഇവള് അവരുടെ വീട്ടിൽ തൂക്കിണ്ടായിരുന്ന ഒരു ബോർഡ് ഉണ്ടല്ലോ, ഒരുമിച്ച് നമ്മൾ എല്ലാത്തിനെയും നേരിടും എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ആദ്യം അങ്ങ് പോകാനാണെങ്കിൽ പിന്നെ ഇതിന്റെ അർത്ഥം എന്തായിരുന്നു? ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി, അല്ലാതെ നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിനെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ആകെ ബുദ്ധി മനസ്താപം പോകുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇറങ്ങി വരാനും പറ്റത്തില്ല, എന്നാൽ നിൽക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ശരി സൂചൻ, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ട? ഇല്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട, എനിക്ക് അയാളോട് സംസാരിക്കാനുള്ള. എടോ കിളവ, താൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മര്യാദയ്ക്ക്, ഇത് തനിക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. മര്യാദയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ബോഡിയിൽ നിന്ന് വിട്ടോണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മിണ്ടായിരുന്നതിലൊന്നും അർത്ഥമില്ല. നിങ്ങളെ എങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ ഒരു ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കി എന്ന് സൂചിൻ പറഞ്ഞതും ഇവനും പേടിച്ചുകൊണ്ട് ആ ഒരു ഫ്രിഡ്ജിന്റെ അടുത്തുകൊണ്ട് വന്ന് അതൊന്ന് തുറന്നു നോക്കുക. നോക്കുമ്പോൾ അവിടെ ഒരു പട്ടിയെ കൊന്നിട്ടേക്കുക. വേറെ ആരുടെയല്ല, ഈ കിളവന്റെ മകള് വളർത്തുന്ന ആ ഒരു പട്ടിയാണ്. ഇത് കണ്ടത് ഇവന് വൊമിറ്റ് ചെയ്യാൻ വന്ന് നേരെ ബാത്റൂമിൽ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ താണ്ടെ കിളവന്റെ മകളെയും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിട്ടുണ്ട്. വരണ്ടു വന്ന് നമ്മുടെ നായകനൊന്ന് തിരിയുമ്പോഴേക്ക്
ഡ്രില്ലിംഗ് ഗണ്ണും വെച്ച് ഇവളാണെങ്കിൽ കൊള്ളാലോ, അടുത്ത് നിങ്ങളോട് ബാത്റൂമിൽ പോയി നോക്കാനായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇതിപ്പോൾ നിങ്ങളായിട്ട് തന്നെ പോയി ശരി വിട് എന്നും പറഞ്ഞ് ഇവൾ ആ ഒരു ബാത്റൂമിൽ കയറി ആ ചേച്ചിയെ വലിച്ച് വെളിയിലോട്ട് കൊണ്ടുവന്ന് പുള്ളിക്കാരുടെ തലയിലോട്ട് ആ ഒരു ഡ്രില്ലിംഗ് ഗണ്ണും വെച്ചിട്ട് ഇടകളവോ ഞാൻ പറഞ്ഞല്ലോ തനിക്കുള്ള അവസാനത്തെ വാണിങ്ങ, മര്യാദയ്ക്ക് പുറത്ത് വന്ന് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് അങ്ങ് പൊക്കോണം, നിങ്ങൾ എന്റെ പെപ്പറിനെ കൊന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ മകള് വളർത്തുന്ന ആ പട്ടിയെ ഞാനും കൊന്നു, അടുത്തത് നിങ്ങളുടെ സ്വന്തം മകളാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് പുറത്തു പോടുമെന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് ഉറുമി തുള്ളുന്നുണ്ട്. എടി നീ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ? എനിക്കത് ഉള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അവിടെ മിണ്ടാണ്ടിരുന്നേ, എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കിളവനോടാ. എടി നിന്റെ അപ്പനോട് ഇറങ്ങി പോകാൻ പറയടി എന്നൊക്കെ പറഞ്ഞ് അവളുടെ നെറ്റിയിലോട്ട് അതിങ്ങനെ ഇറക്കാൻ നോക്കുന്നുണ്ട് അവള്. അച്ഛാ പ്ലീസ് ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് അതിന്റെ ബോഡിയിൽ നിന്ന് പോകും, ഇല്ലെങ്കിൽ ഇവൾ എന്നെയും കൊല്ലും എന്റെ മോനെയും കൊല്ലും പറഞ്ഞ് ഇവള് കരഞ്ഞ് അപേക്ഷിക്കുക. ഇതെല്ലാം കാണുന്ന നായകൻ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അവന്റെ ആ നിപ്പെല്ലാം അങ്ങ് മാറിപ്പോവുക. കുറച്ച് കൂനിയിട്ട് വയസ്സായ ആളുകൾ നടക്കുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവനും മെല്ലെ നടന്ന് തിരിഞ്ഞ് ഇവളെ നോക്കിയിട്ട് നീ കൊള്ളാലോടി വേണേ, നീ എന്നെ കണ്ടുപിടിച്ച് കളഞ്ഞു, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ഞാനതൊക്കെ ചെയ്തത്, ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മോൾക്കും കൊച്ചുമോനോ പ്രശ്നം, അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് പോവുക, എൻ്റെ അടുത്തുള്ളത് എന്താണ് നിന്റെ കെട്ടുവിൻ്റെ അടുത്തുള്ളതെന്ന് എനിക്ക് അറിയുന്നില്ല, എന്തായാലും ഞാൻ പോകുക എന്നും പറഞ്ഞ് ഈ കിളവൻ തിരിഞ്ഞങ്ങ് നിന്നത് അങ്ങനെ മയങ്ങി വീഴുന്നു. ഇതെല്ലാം നമ്മുടെ സൂജിന്റെ കണ്ണിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു കെട്ടുവിന്റെ ബോഡിയിൽ നിന്നും ആ ഒരു ആത്മാവ് ആ ഒരു വീട് വിട്ട് വെളിയിലോട്ട് പോകുന്ന രീതിയിൽ. ഇവളും ആ ഒരു ഡ്രില്ലിംഗ് ഗണ്ണെല്ലാം മാറ്റിയിട്ട് നേരെ നമ്മുടെ നായകന്റെ അടുത്തോട്ട് വരുക. അവനും മെല്ലെ കണ്ണു തുറന്നപ്പോൾ ഇനി എനിക്ക് എന്തോ പറ്റിയ പോലെ, എൻ്റെ ശരീരത്തിൽ എന്തോ വലിയൊരു ഭാരം പോയ പോലെ തോന്നുന്നു എനിക്ക്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇനി നമുക്ക് ഒരു പ്രശ്നമില്ല, എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് ഇവള് നേരെ ഇവന്റെ അടുത്ത് വന്ന് കിടക്കുക. ഇങ്ങനെ ഇവർ കിടക്കുന്ന ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു എൻഡിങ് കാണുന്ന സമയത്ത് ഇതൊരു ഓപ്പൺ എൻഡിങ് ആണ്, നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് ആക്ച്വലി അങ്ങനെയല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡിന് ശരിക്കും ആ ഒരു സ്ലീപ്പ് ഡിസോർഡർ തന്നെയാണോ അതോ ഇവള് പറയുന്ന പോലെ ആ ഒരു കിളവന്റെ ആത്മാവാണോ ഇതിനെല്ലാം കാരണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നല്ലൊരു നടനാണ്, ഐ മീൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ തന്നെ അതാണ്. അപ്പോൾ ഇവന്റെ ഭാര്യയായിട്ടുള്ള സൂചന ഈ കാണിച്ചു കൂട്ടുന്ന പ്രാന്തെല്ലാം സഹിക്കാൻ പറ്റാതെ ഇതുകൊണ്ട് തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് ഓർത്തിട്ട് അവൻ അഭിനയിക്കുന്നതാണ് ലാസ്റ്റ്. ആ കിളവനെ പോലെ നിൽക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഹേസും അവിടെ അഭിനയിക്കുമായിരുന്നു. ശരി, അഭിനയമാണെങ്കിലും എങ്ങനെ ഇത്ര കൺവിൻസിംഗ് ആയിട്ട് ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം വരും. അതിനുള്ള ഉത്തരം പടത്തിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വർക്ക് കഴിഞ്ഞ് തിരിച്ച് കാറിൽ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആ കിളവൻ എങ്ങനെ സംസാരിക്കുമോ ആ രീതിയിൽ ഇവൻ സംസാരിച്ച് കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെ കൊണ്ട് പറ്റും അയാളുടെ സംസാരം അയാളുടെ മാനേഴ്സും എല്ലാം കൊണ്ടുവരാൻ. അപ്പോൾ ഇത് വെറും ഒരു അഭിനയം മാത്രമാണെങ്കിൽ അടുത്തൊരു ചോദ്യം വരും, അവളുടെ കണ്ണിൽ കൂടെ ആ ഒരു പ്രേതം പോകുന്ന രീതിയിൽ നമ്മൾ കണ്ടത് പിന്നെ എന്താണെന്ന്. അത് ആരുടെ കണ്ണിലൂടെ നമ്മൾ കണ്ടത്? സൂജിന്റെ. അവളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് മെസ് റൈറ്റ് നൗ. പ്രഗ്നൻസി കഴിഞ്ഞതും ഇവൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും അവളുടെ പേടിയും അവളുടെ ഉറക്കമില്ലായ്മയും എല്ലാം തന്നെ അവളെ ആ ഒരു പോയിന്റിലേക്ക് തള്ളിവിടുമായിരുന്നു. പ്രേതവും ഭൂതത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത നമ്മുടെ നായിക പോലും അതിലേക്ക് വിശ്വസിക്കപ്പെടാൻ നിർബന്ധിതയാവുമായിരുന്നു. അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ രക്ഷപ്പെടുത്തണം എന്നൊരു ഗോളും അല്ലെങ്കിൽ സ്വന്തം കുട്ടിക്കൊന്നും ആവാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സാധനം എല്ലാം തന്നെ അവളെ മെന്റലി നല്ല രീതിയിൽ ബാധിക്കപ്പെടുന്നുണ്ട്. പിന്നെ നായകൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ ഇവളും ഹോസ്പിറ്റലൈസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇവളൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവൾ എത്രമാത്രം മെന്റലി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം എവിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവൾ പറഞ്ഞ ആ ഒരു കണക്കുകളും ആ ഒരു പാറ്റേണും അതെല്ലാം എങ്ങനെ കറക്റ്റായി എന്ന് ചോദിക്കുവാണെങ്കിൽ അത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. പാവാക്കിളവൻ 8-ാം തീയതി തട്ടിപ്പ്, അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ് 100 ദിവസം കഴിഞ്ഞപ്പോൾ പോകുന്നില്ല, എന്തൊക്കെയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സ്ലീപ്പ് ഡിസോർഡർ വന്നാൽ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ? ആക്ച്വലി ഉണ്ട്, പക്ഷേ അത് ഭയങ്കര റെയർ ആണ്. 2010 നടന്ന സർവേയിൽ പോപ്പുലേഷനിൽ 0.2% ആളുകൾക്ക് RBD ഉണ്ട് എന്ന രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയില്ല, അത് ഒരു പക്ഷേ വയലൻസിലോട്ട് പോകും. അങ്ങനെ ഒരുപാട് ക്രൈംസും സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അവൻ ചെയ്തതെല്ലാം തന്നെ അവന്റെ ആ ഒരു സ്ലീപ്പ് ഡിസോർഡർ മൂലം സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ്. അതും പ്രേതവും പ്രശാചവുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു പടം ഒരു ഡെബ്യൂ പടമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജെയ്സൺ യു എഴുതി സംവിധാനം ചെയ്ത ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് സ്ലീപ്പ് എന്ന ഈ ഒരു ചിത്രം. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ ബൈ.